എന്റെ പ്രിയപ്പെട്ട ആമനിക്ക്. ആരാ ഇത്? ഞാനാ മോനെ, വാതിലോർക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ ഒന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. അത് മേലെ പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത്. അന്തിയായ ചാരാകുപ്പിയായിട്ട് അത് കള്ളുകൂടി എന്നായരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നീ അധിക്ഷേപിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി, ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ. ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലേ കത്താന്നറിയൂ. ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ്. എന്നിട്ടെന്തേ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല, ഇവിടെ. ആ മിടുക്കി, വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി,
പകൽ. രാത്രി. ഓ എന്തൊരു ഓർമ്മ ശക്തിയാ. ഓ, എന്തൊരു മറവിയാ. എന്റെ അമ്മേ. എന്റെ അച്ഛോ. ഒന്ന് പതുക്കെ പറ. ഒന്ന് ഉറക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. ശരി, തുടങ്ങാം. അവസാനിപ്പിക്കാന്ന്. തുടങ്ങാന്ന്. എന്നാ തുടങ്ങിക്കോ. എന്നാ അവസാനിപ്പിച്ചോ. ഒന്ന് നിർത്തോ. ഒന്ന് തുടങ്ങോ. എഴുന്നേറ്റിക്കണ അവിടെ. ഇരിക്കണ അവിടെ. എന്റെ ദൈവമേ, എന്നെ ചെറുതാനേ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊരു നല്ലത് മാഷേ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയതാ? ആർക്ക് എഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ പോണോ. എടാ മാഷക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. എന്താ പന്നി എന്നോടാ ചോദിച്ചത്? എന്താന്ന്? അറാൻ പറഞ്ഞോനെ, ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ? അന്ന ഞാൻ അടിച്ച് പൊളിക്കണ. അടിച്ച് പൊളിക്കണല്ല. പോയി ഓനെ വിട്ടേക്ക്. ഓ പാവാ. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വേണ്ട വേണ്ട, ഈ നിങ്ങളാരും ഇടപെടണ്ട. ഇതൊന്നും ചെയ്യരുത്. എനിക്ക് അവനെ നിക്കായി തീർണം. എന്തിരുത്തേ ഈ പറഞ്ഞ്? ഒന്നുകൂടെ പറയും. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വെറുതെ അവനെ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോണത്? പൊയ്ക്കോ പന്നി സുവറേ. നീ എന്നെ ഈ കുന്നത്തങ്ങാടി കണ്ട എന്റെ മയ്യത്താ. ഹൈദ്രോസിന്റെ മോളെ കെട്ടാൻ വന്നിരിക്കുന്നു. ഹിമാർ പറ. അസിസേ, ഓര് ചെഴുത്താനാ. അന്നെ ഇപ്പോ